ഹലോ എവരിവൺ, എല്ലാവർക്കും എയ്സഡ് ബി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊക്കെ സുഖം വിശ്വസിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ VFA കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ പറയുന്ന VFA കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഈ പറയുന്ന VFA കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളത്. അപ്പം നമ്മൾ ഒരുമിച്ച് ഈ പറയുന്ന VFA ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ക്രോഡീകരിച്ചാണ് എന്ത് ചെയ്യുന്നത് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നോക്കിയാൽ നമുക്ക് ഓക്കെ. അപ്പൊ ശരി, അപ്പൊ VFAയുടെ ഒരു പഴയ ഒരു നോട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ സ്ക്രീനിൽ ഉള്ളത് അല്ലെ. VFA ഒരു പഴയ നോട്ടിഫിക്കേഷൻ ആണ്. ഇതെന്ന് പറഞ്ഞാൽ 2021 വന്ന നോട്ടിഫിക്കേഷൻ ആണ്. ഇത് കൂടാതെ 2024 സ്പെഷ്യൽ കാറ്റഗറി റിക്രൂട്ട്മെന്റ് കൂടി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, നടന്നിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ. അപ്പം 2021 വന്നിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ ആണ് അത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെ. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് കാണാം ഇത് 368/2021 ആണ് അല്ലെ. 2022 എക്സാമിനേഷൻ പ്രിലിംസ് നടന്നു. 2023 എന്ത് ചെയ്യുന്നു, മെയിൻസും നടന്ന് എന്ത് ചെയ്യുന്നു, റാങ്ക് ലിസ്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2026 വരെയാണ് എന്ത് ചെയ്യുന്നത് കാലാവധിയായിട്ട് ഉള്ളത് അല്ലെ. അപ്പം റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഉള്ളത്. നമ്മൾ പറഞ്ഞു പ്രിലിംസും മെയിൻസ് ഒക്കെ ഏത് മാസങ്ങളിലാണ് നടന്നതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. 2022 ഈ പറയുന്ന ജൂൺ മാസങ്ങളിലും അതേപോലെ മെയിൻസ് എന്ന് പറയുന്നത് 2023 മെയ് മാസങ്ങളിലായിട്ടൊക്കെയാണ് അദ്ദേഹം നടന്നിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ അതേപോലെ ഞാൻ പറഞ്ഞു ഇത് ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസി ആണ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള എന്താണ് വേക്കൻസികളാണ് വരുന്നത്. സാധാരണ PSC എക്സാമിനേഷൻസ് എല്ലാം പൊതുവെ സ്റ്റേറ്റ് വൈഡ് ആണ് അല്ലെ, സ്റ്റേറ്റ് വൈഡ് ആണ്. എന്നാൽ ഇവിടെ അതിന്റെ വ്യത്യാസമുണ്ട്. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന VFA വിളിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഓരോ ഡിസ്ട്രിക്ട്സിലും പഞ്ചായത്ത് അതേപോലെ വില്ലേജുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് വിളിക്കുന്നത്, VFA വിളിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഒരു LGS പോസ്റ്റ് ആണ് ഇത് അല്ലെ. ഇതൊരു LGS പോസ്റ്റ് ആണ് ഈ പറഞ്ഞ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് 23,700 മുതൽ ഏകദേശം 52,600 വരെയാണ്. ഇത് 2024 വന്ന നോട്ടിഫിക്കേഷൻ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു ശമ്പള സ്കെയിൽ നൽകിയിട്ടുള്ളത്. 21 നോട്ടിഫിക്കേഷൻ അത് ശമ്പള സ്കെയിൽ ഏകദേശം 17,000 വരെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ പുതുക്കിയ ഒരു കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന നോട്ടിഫിക്കേഷനകത്ത് അത് സ്പെഷ്യൽ കാറ്റഗറി റിക്രൂട്ട്മെന്റ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അതിനകത്ത് വന്നിട്ടുള്ള ഒരു സാലറി സ്കെയിലാണ് അതിനകത്ത് നൽകിയിട്ടുള്ളത്. അത് 23,700 മുതൽ 52,600 വരെയാണ് എന്ത് ചെയ്യുന്നത് നൽകിയിട്ടുള്ളത്. ഓക്കെ ഓക്കെ അല്ലേ, തെറ്റാണല്ലോ അത്. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ 14ഓളം വരുന്ന ജില്ലകളിലേക്കാണ് എന്ത് ചെയ്ത് വിളിക്കുന്നത്. ഓരോ ജില്ലകളിലും ഓരോ കട്ട് ഓഫും അതേപോലെ തന്നെ അതിനനുസരിച്ചുള്ള വേക്കൻസി അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത് ഫില്ല് ചെയ്ത് പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ 18 മുതൽ 36 വയസ്സിനിടയിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. 18നും 36 വയസ്സിനിടയിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ചെറിയ ഏജ് റിലാക്സേഷൻ ഒക്കെ SC ST OBC വിഭാഗത്തിൽ പെടുന്നവർക്ക് ഏജ് റിലാക്സേഷൻ എന്ത് ചെയ്യുന്നത് ലഭിക്കുന്നത് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഏജ് റിലാക്സേഷൻ അവർക്ക് ലഭിക്കും. അതേപോലെ തന്നെ അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ 10ാം ക്ലാസ് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഓക്കെ, അതായത് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ്സിലുള്ള ഒരു LGS എന്താണ് ഒരു ഭാഗത്തിൽ പെടുന്ന എക്സാമിനേഷൻ കൂടിയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബന്ധപ്പെട്ട് പ്രൊമോഷൻ സാധ്യതയും കൂടെ പറയണമല്ലോ. പ്രൊമോഷൻ സാധ്യത വളരെ കുറവായിട്ടുള്ളൊരു അല്ലെ, കുറവാണ്. എന്തിന് ഈ പറഞ്ഞ VFA എന്ന് പറയുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് പ്രൊമോഷൻ സാധ്യത കുറവാണ്. നിങ്ങൾക്ക് ഗ്രേഡിൽ എന്താണ് മുന്നേറ്റം വന്നാലും നിങ്ങൾക്ക് സാലറി സ്കെയിലും ഹൈക്കൊക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ പോലും പ്രൊമോഷൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു കേസൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു അല്ലെ. കാരണം ഇതേപോലെ തന്നെ വരുന്ന ഒന്നാണ് ഈ പറയുന്ന വില്ലേജ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു LD വിഭാഗത്തിൽ പെടുന്ന ഒന്ന്. അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ പ്രൊമോഷൻ കിട്ടി ഈ പറയുന്ന വില്ലേജ് ഓഫീസറും അതേപോലെ തന്നെ തഹസീൽദാർ വരെ പോകാൻ പറ്റുന്ന രീതിയിൽ പോകാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഇതിന് പ്രൊമോഷൻ ഇല്ല, അല്ലെങ്കിൽ വളരെ കുറവാണ് എന്ന രീതിയിൽ ചെറിയൊരു കേസും വഴക്കൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കുഴപ്പം കൂടി ഇതിനുണ്ട്. ഇതിനൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു എന്താണ് പ്രൊമോഷൻ സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും ഈ പറയുന്ന നമുക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. വില്ലേജിലൊക്കെ ഓരോ ആവശ്യങ്ങളായിട്ട് വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് ഒരുപാട് സഹായിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. അതായത് എപ്പോഴും ഓഫീസിൽ ഇങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കുന്ന ജോലിയല്ല. എന്താണ് ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന മെഷർമെന്റുകൾ അളക്കാനായാലും ഈ പറയുന്ന പൈസ ഈ പറയുന്ന വില്ലേജിൽ നിന്നൊക്കെ ടാക്സ് പിരിച്ചു കിട്ടുന്ന പൈസയൊക്കെ കൊണ്ടുവന്ന് എന്താണ് ട്രഷറിയിൽ മറ്റും അടയ്ക്കുന്നൊക്കെ ജോലികളാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് വരുന്നത്, VFAക്കകത്ത് വരുന്നതെന്നുള്ളതാണ്. ഒരു 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു ജോലിയല്ല, ആളുകളായിട്ടൊക്കെ ഇടപഴകി അല്ലെ മറ്റേ പോകുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് VFA എന്ന് പറയുന്നത്. പക്ഷെ ശമ്പളത്തിന് ഹൈക്കൊക്കെ ഉണ്ടാകും കേട്ടോ, ശമ്പളത്തിന് ഹൈക്കൊക്കെ ഉണ്ടാകും. ഓക്കെ,
അതേപോലെ തന്നെ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എക്സാക്ട് കട്ട് ഓഫ് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം നമ്മൾ പറഞ്ഞു ഓരോ ജില്ലകളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് വേക്കൻസി വരുന്നത്. കാരണം ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന വേക്കൻസികൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏകദേശം 69 മുതൽ 74 ഇടയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും കട്ട് ഓഫ് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, പൊതുവേ ഏറെക്കുറെ എല്ലായിടത്തും തന്നെ ഇതില് 70, 72 ഓക്കെ, അല്ലെങ്കിൽ 69 താഴോട്ടൊന്നും പോയിട്ടില്ല. അങ്ങനെ 69 അല്ലെങ്കിൽ 74 ഇടയ്ക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരു കട്ട് ഓഫ് ആണ് പുതിയ വരുന്നത് അല്ലെ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 70.1 അല്ലെങ്കിൽ ഈ പറയുന്ന 71 ഓക്കെ, ഈ ഒരു റേഞ്ചിനാണ് എന്ത് വരുന്നത് കട്ട് ഓഫ് പൊതുവേ വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിന് മുകളിലോട്ട് ഈ വരുന്ന നോട്ടിഫിക്കേഷൻ വരാൻ പോകുക. അപ്പൊ അതിന് മുകളിലോട്ട് എന്താണ് നിങ്ങൾ മേടിക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. മറ്റു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജില്ലകളിൽ തന്നെയാണ് വെക്കുന്നതെങ്കിൽ നമ്മുടെ അടുത്തുള്ള വില്ലേജുകളിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ജില്ലകളിൽ തന്നെയാണ് വെക്കുന്നതെങ്കിൽ നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് കിട്ടുക എന്ന് പറയും. ജോലി കിട്ടുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെയൊക്കെ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. അപ്പം രാവിലെ പോയി വൈകിട്ട് വരാൻ പറ്റുന്ന സുഖമുള്ള ഒരു ജോലിയും കൂടിയാണ് അല്ലെ. എനിക്കറിയാം അടുത്തിടെയായിട്ട് സർക്കാർ ഓഫീസുകൾ ഈ പറയുന്ന രീതിയിൽ തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ആക്കിയിട്ടുള്ളത്. അവനാണെങ്കിൽ 2 ദിവസം ഫാമിലിയോടൊക്കെ ഒത്തുതീർന്ന് ഇരിക്കാൻ വേണ്ടി സാധിക്കും. കാരണം ബാക്കിയുള്ള ഒരു ജോലിയൊക്കെ നോക്കിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ നോക്കിയാണെങ്കിൽ ഈ പറയുന്ന അങ്ങനെയൊക്കെ ഒരു ജോലിയൊക്കെ ആണെങ്കിൽ പറയുന്ന രീതിയിൽ ട്രെയിൻ കയറി ഇപ്പൊ കാസർഗോഡൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ട്രെയിൻ കയറി അങ്ങ് തിരുവനന്തപുരത്ത് വരെ വന്ന് അപ്പോൾ ഒരു ദിവസത്തെ ഒരു നല്ലൊരു ഭാഗം തന്നെ ഇത്തരത്തിൽ യാത്രയ്ക്ക് തന്നെ പോകുന്നുള്ളതാണ്. പിന്നെ വലിയ മുഷിപ്പുകളൊന്നും എന്തിനു വരത്തില്ല, വില്ലേജബിൾ അസിസ്റ്റന്റ് വരത്തില്ല എന്നുള്ളതാണ്. അപ്പൊ വലിയ ടെൻഷനും വലിയ കാര്യങ്ങളൊന്നും എന്തിനകത്ത് വരത്തില്ല, VFAക്കകത്ത് വരില്ല എന്നുള്ളതാണ്. പിന്നെ ഫീൽഡ് വർക്കുകളൊക്കെ തീർച്ചയായിട്ടും എന്ത് ചെയ്യും എല്ലാത്തിൻ്റെ പോലെ തന്നെ ഫീൽഡ് വർക്കും മറ്റു വർക്കുകളൊക്കെ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പൊ എന്തുകൊണ്ട് വില്ലേജബിൾ അസിസ്റ്റന്റ് ഇപ്പൊ എന്താണ് ചർച്ച ചെയ്യപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വില്ലേജബിൾ അസിസ്റ്റന്റ് ഒക്കെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. ഡിസംബർ 1 ചേർന്നുള്ള കമ്മീഷൻ യോഗ തീരുമാനം അനുസരിച്ചാണെങ്കിൽ വില്ലേജബിൾ അസിസ്റ്റന്റ് അതേപോലെ തന്നെ കോൺസ്റ്റബിൾ മറ്റുമായിട്ടുള്ള ഈ പറയുന്ന തസ്തികയിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുന്നത് വിളിക്കാൻ വേണ്ടി പോകുന്നത് അല്ലെ. ഡിസംബർ 15 കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യും പുതിയ നോട്ടിഫിക്കേഷൻ ഇതിന്റെ ഭാഗമായിട്ട് ഇറക്കുന്നതായിരിക്കും. ഒരുപാട് പേര് നോക്കിയിരിക്കുന്ന ഒരു പോസ്റ്റും കൂടിയാണ് വില്ലേജബിൾ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലെ. വില്ലേജബിൾ അസിസ്റ്റന്റ്, ബെക്കോ LDC, അതേപോലെ കമ്പനി ബോർഡ് LGS എന്നിവ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ നോക്കിയിരിക്കുന്ന കുറെ പോസ്റ്റുകളാണ് ആണല്ലോ. ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ബെക്കോയ്ക്കകത്തും കമ്പനി ബോർഡ് LGSനകത്തും പെൻഷൻ ഇല്ലെങ്കിൽ പറയുന്ന പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും എന്തിനകത്ത് ലഭിക്കും, വില്ലേജബിൾ അസിസ്റ്റന്റിന് ലഭിക്കും എന്നുള്ളതാണ്. ഓക്കെ, കാരണം മറ്റേതല്ല ഈ പറയുന്ന ഒരു കമ്പനികളാണെങ്കിൽ കമ്പനികളും ബോർഡ് കോർപ്പറേഷനുകളാണെങ്കിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക് സ്ഥാപനമാണ് അല്ലെ. ഈ പറയുന്ന നേരിട്ട് ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന സ്ഥാപനങ്ങളൊക്കെയാണ് ഈ പറയുന്ന വില്ലേജ് ഈ പറയുന്ന പഞ്ചായത്ത് എന്നൊക്കെ പറയാം. അപ്പൊ അവിടേക്കാണ് എന്ത് ചെയ്യുന്നത് നിയമനം ലഭിക്കുക എന്നുള്ളത്. ഓക്കെ, ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാം. അപ്പൊ ഒരുപാട് പേർക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് കയറാൻ പറ്റിയ നല്ലൊരു പോസ്റ്റും കൂടിയാണ് ഈ പറയുന്ന വില്ലേജബിൾ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനു വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ACDB അക്കാഡമിയെ നമ്മൾ 3-in-1 ബാച്ച് പുതിയ ബാച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വില്ലേജബിൾ അസിസ്റ്റന്റ്, ബെക്കോ LDC, കമ്പനി ബോർഡ് LGSനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി സാധിക്കും. അതായത് ഓരോന്നിനും വേണ്ടിയിട്ട് നിങ്ങൾ ഇത്തരത്തിൽ ഓരോരോ കോഴ്സ് എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം 3-in-1 ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കോഴ്സിന് വേണ്ടി ഒന്നും എടുക്കേണ്ട, എനിക്ക് പറഞ്ഞ എല്ലാം കൂടെ എന്ത് ചെയ്യാൻ പറ്റും ഒരു കുടക്കയിൽ കിട്ടും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, അതിൽ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളുണ്ട്. ഓക്കെ ഓക്കെ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്, ഡോക്ടറേറ്റ് സെക്ഷൻസ് ഒക്കെ നൽകുന്ന ഒരു കംപ്ലീറ്റ് കവറേജ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് അതിന്റെ കൂടെ തന്നെ ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യം നമ്മൾ എന്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുക പഠിച്ച് പോവുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത വർഷങ്ങളിലൊക്കെ വരുന്ന വർഷങ്ങളിലൊക്കെ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിലൊക്കെ ഇടാൻ നേടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്ത് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങും അല്ലെ. നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കാറില്ല, എന്ത് ചെയ്യുക അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്ത് ചെയ്യുക ശ്രമിക്കുക എന്നുള്ളത്. നമ്മൾ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളകത്ത് ഡിസ്കസ് ചെയ്ത് നമ്മുടെ ശമ്പളവും ഏജും അതേപോലെ തന്നെ ക്വാളിഫിക്കേഷനും എന്താണ് ജോലി എന്നും അതേപോലെ തന്നെ പ്രൊമോഷൻ സാധ്യതയും അതിന് പെൻഷൻ ഉണ്ടോ എന്നുള്ള കാര്യവും അല്ലെ, എന്തായാലും കട്ട് ഓഫ് ഒന്നും ഏകദേശം നിയമന നില വരുമ്പോൾ ഏകദേശം പല സ്ഥലങ്ങളിൽ ഏകദേശം ഓരോ ജില്ലകളിലും 100, 102 അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ 94 അങ്ങനെ ഓരോന്നിടത്ത് വേരി ചെയ്ത് എന്ത് ഇത്തരത്തില് അഡ്വൈസ് ഇങ്ങനെ പോവാറുണ്ട് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു അത് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഈ പറയുന്ന VFA DVD വീഡിയോക്കകത്തുണ്ട്. അപ്പൊ ഇത് കണ്ട് എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക, സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കമന്റിൽ അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ പഠിച്ചു തുടങ്ങുക, ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ് അല്ലെ. നിങ്ങൾ പരിശ്രമിക്കുക നമുക്കറിയാം. ഓക്കെ, ഇതേ സ്പിരിറ്റോടെ മുന്നോട്ട് പോവുക. അപ്പൊ താങ്ക് യു.
ബൈ. അതേപോലെ തന്നെ ഒരു കാര്യം പറയട്ടെ, കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണാൻ നമ്മൾ വിളിച്ചെന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഏസ്ഡ് ബി അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്ഷൻ അവൈലബിൾ ആണ്. എന്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, സെറ്റാണല്ലോ. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുന്ന ശേഷം എന്ത് ചെയ്യുക, ഉടനെ തന്നെ കോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ബൈ, ബെസ്റ്റ് ഓഫ് ലക്ക്.